നമ്മൾ വീട്ടിൽ കുട്ടികളോടൊക്കെ പറയാറില്ലേ, അയ്യോ ശ്രദ്ധിച്ചു നിൽക്കണം, സൂക്ഷിച്ചു പോണം, മേത്തു കുത്തും, അവിടെ തുടരുത് എന്ന് പറഞ്ഞതുപോലെ ദിസ് റിമൈൻഡ്സ് മീ, ഇത് എന്നെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ദിസ് റിമൈൻഡ്സ് മീ എന്താണ്? ഇതിൽ ഷാർപ്പ് എഡ്ജസ് ഉണ്ട്. ഇതിൽ ഷാർപ്പ് എഡ്ജസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? ദിസ് ഹാസ് ഷാർപ്പ് എഡ്ജസ്. നമ്മൾ പറയത്തില്ല അയ്യോ അങ്ങോട്ട് പോവല്ലേ. ദിസ് ഹാസ് ഷാർപ്പ് എഡ്ജസ്. പ്ലീസ് ബി കെയർഫുൾ. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് ഉണ്ട്, അത് നമ്മുടെ മേത്ത് വന്ന് കുത്തും. അപ്പോൾ അതുകൂടി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദിസ് ഹാസ് ഷാർപ്പ് എഡ്ജസ്. പ്ലീസ് ബി കെയർഫുൾ. യു കുഡ് ഗെറ്റ് ഹേർട്ട്. യു കുഡ് ഗെറ്റ് ഹേർട്ട്. അത് നമ്മുടെ മേത്ത് വന്ന് കുത്തി കഴിഞ്ഞാൽ നമുക്ക് മുറിയുകയോ അല്ലെങ്കിൽ വേദന ഉണ്ടാവുകയോ ചെയ്യും അല്ലേ? സോ ദിസ് ഹാസ് ഷാർപ്പ് edges. Please be careful. You could get hurt. വളരെ സിമ്പിൾ ആണ്. ഇതിപ്പം ഇങ്ങനെ ഒരു ഷാർപ്പ് എഡ്ജുള്ള ഒരു സാധനമായതുകൊണ്ട് നമ്മൾ അതിനെ സ്പെസിഫിക്കലി പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയും ഓ ദാറ്റ് ഇസ് ഡേഞ്ചറസ്. യു കുഡ് ഗെറ്റ് ഹേർട്ട്. പ്ലീസ് ബി കെയർഫുൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 sentences which is there for you in simple English today.